ഗൈസ് നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലിനിക്കൽ എംബ്രിയോളജിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിനിക്കൽ എംബ്രിയോളജി എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ സയൻസ് ഫീൽഡാണ്. അതായത് മെയിൻലി പഠിക്കുന്നത് ഹ്യൂമൻ റീപ്രൊഡക്ഷനെ കുറിച്ചിട്ടാണ്. അതായത് വളരെ ലളിതമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫെർട്ടിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് എംബ്രിയോസ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയും. ഞാൻ ഈ കോഴ്സിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ക്ലിനിക്കൽ എംബ്രിയോളജി, ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, ഇതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എത്രത്തോളം ഉണ്ട്, ഇതിന്റെ ജോബ് മാർക്കറ്റ് എത്രത്തോളം ഉണ്ട്. ലാസ്റ്റ് ആയിരിക്കും ഞാൻ പറയുന്നത് ഇത് ആർക്കൊക്കെയാണ് ഈ കോഴ്സ് എടുക്കാൻ പറ്റുക, +2 കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏതൊക്കെ വഴിയിലൂടെ പോയാലാണ് ഈ കോഴ്സിലോട്ട് എത്താൻ പറ്റുക എന്നുള്ളത് ലാസ്റ്റ് ആയിരിക്കും ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ക്ലിനിക്കൽ എംബ്രിയോളജി എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫെർട്ടിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് ചെയ്യുന്ന IVF സെന്റേഴ്സ് ഉണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ടെസ്റ്റ് ട്യൂബ് ബേബീസ്. നമ്മുടെ നാട്ടിലെ പല പ്രശസ്തമായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ബേബീസ് ഉണ്ടായിട്ടുള്ളത് ഇതേപോലത്തെ ട്രീറ്റ്മെന്റിലൂടെയാണ്. അതായത് ഓവം കളക്ട് ചെയ്ത് വെച്ച് ഫ്രീസ് ചെയ്ത് നമുക്ക് വർഷങ്ങളോളം എടുത്തു വെക്കാൻ പറ്റും. സ്പേം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസ് ചെയ്ത് എടുത്തു വെക്കാൻ പറ്റും. പിന്നീട് ഇത് രണ്ടും മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതൊരു സൈക്കോട്ട് ആക്കിയിട്ട് ഫോം ചെയ്ത് അതൊരു എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇത് ലാബുകളിൽ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ പണ്ട് മുതലേ കണ്ടംപററി ആയിട്ട് കണ്ടുവരുന്നത് ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറയുന്നത് സെക്സിലൂടെയാണ്. ഇത് സെക്സിലൂടെ അല്ലാതെ നമുക്ക് ഇതിന്റെ അപ്പുറത്തോട്ട് ലാബിലൂടെ നമുക്ക് കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് വലിയൊരു കണ്ടുപിടുത്താണ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് പല ദമ്പതികൾക്കും പല കപ്പിൾസിനും കുട്ടികളില്ലാത്തൊരവസ്ഥയിലോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കപ്പിൾസിന് ഇത് പുറമേന്ന്, അതായത് IVF സെന്ററിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ക്ലിനിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് പഠിക്കുന്ന കോഴ്സാണ് ക്ലിനിക്കൽ എംബ്രിയോളജി എന്ന് പറയുന്ന കോഴ്സ്. ഒരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിലും ഇപ്പൊ വേൾഡ് വൈഡ് ഇത് അക്സെപ്റ്റൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പല ആൾക്കാർക്കും ഇപ്പൊ സിനിമ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പല ആൾക്കാർക്കും പ്രസവിക്കാനുള്ള ബുദ്ധിമുട്ട്, അവരുടെ ലേഡീസിനാണെന്നുണ്ടെങ്കിൽ അവരുടെ ഷേപ്പ് ഒക്കെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം കാരണം ഇത് പുറമെ നമ്മളൊരു മദറിനെ അഡോപ്റ്റ് ചെയ്തിട്ട് വേറെ മദറിൽ ഇവരുടെ ബേബീസിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന പ്രോസസ്സൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതേപോലെ നമുക്ക് ഇപ്പൊ ഇൻഫെർട്ടിലിറ്റി ആയിട്ടുള്ള ഇഷ്യൂസ്, അതായത് കുട്ടികളില്ലാതെ എത്തുന്ന ഇഷ്യൂസ് ഇപ്പോഴത്തെ കാലത്ത് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പല കാരണങ്ങളും ഉണ്ട്. പണ്ടും ഉണ്ടായിരുന്നു, പണ്ടതിന് ട്രീറ്റ്മെന്റ് ഇല്ലായിരുന്നു. ഇപ്പൊ സയൻസും അതുപോലെ തന്നെ ടെക്നോളജിയും ഒക്കെ ഡെവലപ്പ് ചെയ്തത് കൊണ്ട് ഇപ്പൊ നമുക്ക് ലാബുകളിൽ എന്ത് ചെയ്യാൻ പറ്റും, മനുഷ്യ കുട്ടികളെ നിർമ്മിച്ചിട്ട് അതൊരു ഹ്യൂമൻ ബോഡിയിൽ ഇൻസേർട്ട് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന അത്രത്തോളം കാര്യങ്ങളിലോട്ട് എത്തിക്കഴിഞ്ഞു. എന്താണ് ക്ലിനിക്കൽ എംബ്രിയോളജിസ്റ്റിന്റെ ജോബ്? മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് സ്പേമും ഓവം കളക്ട് ചെയ്യുക, അത് പ്രിസർവ് ചെയ്യുക. ഇനി അത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഭാവിയിലോട്ട് വേണ്ടിയിട്ട് 5 വർഷമോ 10 വർഷമോ കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് ഫ്രീസ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അത് ആവശ്യമുള്ള സമയത്ത് അത് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുക. നല്ല എംബ്രിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളെ ലാബുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, അവിടെ വരുന്ന പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്യുക. ഇതുപോലത്തെ ജോലികളാണ് ക്ലിനിക്കൽ എംബ്രിയോളജിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് എത്രത്തോളം ഉണ്ടെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ അഡ്വാൻസ്ഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയൊരു കോഴ്സാണിത്. പണ്ട് മുതലേ ഉണ്ട്, എന്നാൽ പോലും ഇത് കൂടുതൽ ടെക്നോളജിയും കൂടുതൽ ഇതിന്റെ സക്സസ് റേറ്റുകളും കാര്യങ്ങളൊക്കെ കൂടി വന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ വേൾഡ് വൈഡ് ആക്സെപ്റ്റൻസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഇനി ഇൻഫെർട്ടിലിറ്റി ആയിട്ടുള്ള ഇഷ്യൂസ് വരുന്ന ആൾക്കാർക്ക് ഫെർട്ടിലിറ്റിയിലോട്ട്, അതായത് ഒരു കുട്ടിയാവാൻ അല്ലെങ്കിൽ ഒരു ഗർഭിണി ആവാനുള്ള എല്ലാ സാധ്യതകളും ഇന്ന് ടെക്നോളജി വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതിനാണ് IVF ടെക്നോളജി എന്ന് പറയുന്നത്. ടെസ്റ്റ് ട്യൂബ് ബേബീസ് എന്നൊക്കെ പറയുന്നത് ഇതിനാണ്. ഇത് വലിയൊരു പ്രോസസ്സാണ്. ഓരോ മനുഷ്യനും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അടുത്ത തലമുറ വരിക എന്ന് പറയുന്നത്. അപ്പൊ ഈ അടുത്ത തലമുറയിലോട്ട് പോകുന്നതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാണ് കുട്ടികളില്ലാതെ എത്തുക എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികളില്ലാതെ എത്തുന്ന ഏത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അതിന് ഏറ്റവും മാക്സിമം സയൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫെർട്ടിലിറ്റിയിലോട്ട് മാറാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. നമ്മളിപ്പോൾ ഒരുപാട് ഇപ്പൊ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അടിച്ചു നോക്കണമെന്നുണ്ടെങ്കിൽ പല യൂട്യൂബേഴ്സും ഇതേപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫെർട്ടിലിറ്റി ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കോഴ്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. അപ്പൊ ഇതാണ് ബേസിക്കലി ക്ലിനിക്കൽ എംബ്രിയോളജി എന്ന് പറയുന്നത്. പിന്നെ ആർക്കൊക്കെയാണ് ക്ലിനിക്കൽ എംബ്രിയോളജി പഠിക്കാൻ പറ്റുക? ബേസിക്കലി ഇത് BSc കോഴ്സ് വളരെ കുറച്ച് കോളേജുകളിൽ മാത്രമേ ഉള്ളൂ. മെയിൻ ആയിട്ട് ഇത് കണ്ടുവരുന്നത് MSc പ്രോഗ്രാമുകളാണ്. MSc കോഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും എടുക്കണം. കാരണം JSS യൂണിവേഴ്സിറ്റി, ഡോക്ടർ രാമചന്ദ്ര, മണിപ്പാൽ, അമൃത പോലുള്ള വലിയ വലിയ
കോളേജുകളിലാണ് ഇതുപോലത്തെ കോഴ്സുകൾ ഉള്ളത്. നല്ല ഫീസ് വരുന്ന കോഴ്സാണ്, റെയർ ആയിട്ടുള്ള കോഴ്സാണ്, വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമേ ഇതുപോലത്തെ വലിയ വലിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ടാണ് നമ്മൾ ഇതിന്റെ MSc കോഴ്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ബേസിക്കലി ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഓരോ യൂണിവേഴ്സിറ്റിയും ഓരോ കോളേജ് അനുസരിച്ചിട്ടും ഇതിൽ വരുന്ന മാറ്റങ്ങൾ ഉണ്ടാവും. ബേസിക്കലി വേണ്ടത് ബയോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അതായത് BSc സുവോളജിയോ ലൈഫ് സയൻസ് കോഴ്സുകളായിട്ടുള്ള മൈക്രോ ബയോളജി, ബയോ കെമിസ്ട്രി പോലുള്ള കോഴ്സുകളോ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വരുന്ന ഈ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളുണ്ടല്ലോ, മെഡിക്കൽ ലാബ് ടെക്നോളജി, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, അല്ലെങ്കിൽ നേഴ്സിംഗ്, അല്ലെങ്കിൽ മറ്റുള്ള പ്രോഗ്രാം. നേഴ്സിംഗ് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ മറ്റുള്ള കോഴ്സുകളായിട്ടുള്ള MBBS, BDS ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിലും MSc ഇതിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഓരോ യൂണിവേഴ്സിറ്റി അനുസരിച്ചിട്ട് ഇതിന്റെ എലിജിബിലിറ്റിയിൽ മാറ്റം ഉണ്ടാവും. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. അപ്പൊ ഈ കോഴ്സിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ അറിയാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റ് ചെക്ക്ഔട്ട് ചെയ്തിട്ട് ഇത് പഠിക്കാൻ സാധ്യതയുള്ള കോളേജുകളും കോഴ്സുകളും ഒക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ്. നമ്മുടെ ഓഫീസിൽ നിന്ന് വിദഗ്ധ കരിയർ കൗൺസിലേഴ്സ് നിങ്ങളെ വിളിച്ചിട്ട് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നതായിരിക്കും. അപ്പോൾ +2 കഴിയുന്ന കുട്ടികൾക്ക് ക്ലിനിക്കൽ എംബ്രിയോളജിയിലോട്ട് വരുന്നതിന് പകരം ബയോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് MSc ക്ലിനിക്കൽ എംബ്രിയോളജിയിലോട്ട് വരിക. അപ്പൊ ഇതിനെ കുറിച്ചിട്ടൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ കോൺടാക്ട് അസ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.